അങ്ങനെ ഞാനും രഞ്ജിനിയുമെല്ലാം ഞങ്ങളൊരു ഉത്സവപ്പറമ്പിൽ ഒരു നാടകത്തിൻ്റെ പരിപാടിക്ക് വേണ്ടി പോയതായിരുന്നു. അവിടെ എടുപ്പ് കാളെ കെട്ടിവെച്ച് കണ്ട് രഞ്ജിനി ഭയങ്കര സന്തോഷമായിട്ട് അങ്ങോട്ട് പോയി. എല്ലാ കുത്തുമണികളെല്ലാം അവൾ നോക്കിക്കൊണ്ടിരുന്നു. ഞാനിടയ്ക്ക് പറഞ്ഞു, ഇവിടെ എന്തെങ്കിലുമൊക്കെ പറയാം, അവൾക്ക് ചമ്മൽ. അവളെ അഭിനയിച്ച് പറയുന്നതൊക്കെ തന്നെ തോന്നി. അവൾ പറയുന്നത് എൻ്റെ സംസാരം ശരിയാകത്തില്ല, നിങ്ങളങ്ങ് സംസാരിച്ചാൽ മതി. ഇപ്പോഴാണ് അവിടുത്തെ ഊരാളിയാണെന്ന് തോന്നുന്നു. 2 കുട്ടികൾ വന്നു. അവർക്ക് നിർദ്ദേശം കൊടുക്കാനായിട്ട് കമ്മിറ്റി ആരൊക്കെ വന്നു എന്തൊക്കെ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അത് ക്ഷേത്രത്തിൻ്റെ ചടങ്ങുകളെ സംബന്ധിച്ചുള്ള എന്തൊക്കെയോ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. കെട്ടുകാഴ്ച പുറപ്പെടാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയമാണ്. അതിൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. അപ്പോൾ അതിൽ ആദ്യം പോകുന്ന അനൗൺസ്മെൻറ്റ് ചെയ്തുകൊണ്ട് പോകാനുള്ള ജീപ്പ് വന്ന് നിന്നു. ജീപ്പിനകത്ത് അനൗൺസ്മെൻറ്റ് ഇട്ടിട്ടുണ്ട്. അതേസമയം തന്നെ ആ എടുപ്പുകളെ എടുക്കാനായിട്ട് ചേട്ടന്മാരെല്ലാം തയ്യാറാക്കി വന്നു. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലേക്ക് യാത്രയായി. നല്ലൊരു കയറ്റമുണ്ട്, നല്ല കുന്നിൻ്റെ മുകളിലാണ് അമ്പലം. നല്ലൊരു കയറ്റമുണ്ട്. ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നടന്ന് കയറി അവിടെ ഉപ്പാടത്രയും വന്ന് ഞാൻ ഫോണും പിടിച്ച് അവിടെ പുറകിൽ നടക്കുകയാണ്. ആൾക്കാരൊക്കെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. സമയം ഏകദേശം ഒരു 4-4:30 ആയി കാണും. അങ്ങനെ മുന്നോട്ട് പോകുന്നു. നല്ല കയറ്റമുണ്ട്. രഞ്ജിയുടെ നടത്ത കാണുമ്പോൾ അറിയാം. ഞങ്ങൾ ഉപ്പാടത്രയും അവളാണ്ട് എല്ലാവർക്കും വിഷൊക്കെ ചെയ്ത് എന്നെ വിളിക്കുന്നു, ആ കൂടെ ഓടി വരാൻ. ആ രഞ്ജിയുടെ കൂടെ നടന്ന് പോകുന്ന ശ്യാമെന്ന് പറഞ്ഞ നമ്മളൊരു കൂട്ടുകാരനാണ്. പുള്ളിയുടെ ചേട്ടനാണ് ഈ നാടകത്തിൽ രാവണനായിട്ട് അഭിനയിക്കുന്നത്. ശ്യാമ പഴയൊരു മിമിക്രി ആർട്ടിസ്റ്റാണ്. അങ്ങനെ ഞങ്ങൾ സ്റ്റേജിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. സ്റ്റേജിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ നാടക വണ്ടി ഇവിടെ കിടക്കുന്നു. നാടക വണ്ടിക്കകത്ത് സാധനമൊന്നും അഴിച്ചിട്ടില്ല. അവർ നാടകത്തിൻ്റെ ആൾക്കാരെല്ലാം വന്ന് നാടക വണ്ടി ഇവിടെ കിടക്കുന്നു. അങ്ങനെ അവിടെ വീണ്ടും ഞാൻ പറഞ്ഞ രീതിയിൽ അവൾ പറഞ്ഞ് ഹായിയൊക്കെ കാണിച്ച് സ്റ്റേജിൻ്റെ അടുത്തേക്ക് പോകുന്നു. സ്റ്റേജിൻ്റെ ആൾക്കാരെല്ലാം, നാടകത്തിൻ്റെ എല്ലാ ആൾക്കാരും അവരുടെ ജോലി മുഴുകിപ്പെട്ടിരിക്കുന്നു. അവർ ആർട്ടിസ്റ്റുകളാണ് നിന്ന് സംസാരിക്കുന്നത് മൊത്തം. സ്റ്റേജിനകത്ത് കയറി ഒരു മാൻകുട്ടിയെ കണ്ടപ്പോൾ അവൾക്കത് എടുക്കണം. അത് എടുത്ത് വെക്കാൻ നോക്കുന്നു. സന്തോഷം നോക്കാം. നാടകത്തിൽ നമ്മൾ പുറത്ത് നെല്ല് ഇതെല്ലാം കണ്ടിട്ടുള്ളത്. അവൻ്റെ മാന് എല്ലാവർക്കുള്ള സെറ്റിങ്സ് സാധനങ്ങളെല്ലാം കൂടെ ഇരിക്കുന്നു. കണ്ടവള് അടുത്തോട്ട് എന്തോ എടുത്തു. അതൊരു പാമ്പിനെ എടുത്ത് വെച്ചിട്ട് കളിക്കുന്നത്. എടുത്ത് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നാടകത്തിലെ എല്ലാ സെറ്റിങ്സിലും ചേട്ടന്മാരെല്ലാം സെറ്റിങ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്റ്റേജ് കർട്ടനുകളും ബാക്ക്ഗ്രൗണ്ട് കർട്ടനുകളും എല്ലാം ചെയ്യുന്നു. അവർ പരസ്പരം സംസാരിക്കുന്നു. ഇതിൽ ലൈറ്റിൻ്റെയൊക്കെ സെറ്റിങ്സൊക്കെ ചെയ്യാനായിട്ട് വരുന്നു. ഇതിൻ്റെ അടുത്ത സ്റ്റേജ് തൊട്ട് ഞങ്ങൾ ലൈറ്റ് വർക്ക്, ഈ വർക്ക് ഞങ്ങളെ അത് കാണിക്കാൻ വേണ്ടി വിളിച്ചതാണ്. അതൊരു വട്ടം കണ്ടിട്ട് ഇങ്ങനെ എൻ്റെ സെറ്റിങ്സൊക്കെ നോക്കിയിട്ട് അടുത്ത വർക്കൗട്ട് ഞങ്ങൾ പോയി ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഞങ്ങളെ വിളിച്ച ചേട്ടനാണത്. രാജേഷ് എന്നാണ് ചേട്ടൻ്റെ പേര്. ചേട്ടനാണ് അവിടെ നിൽക്കുന്നു. ആ സമയത്താണ് ട്രെയിൻ പോകുന്ന സൗണ്ട് കേട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയ സമയത്താണ് റെയിൽവേ സ്റ്റേഷൻ, എഴുകോൺ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ക്ഷേത്രവും. റെയിൽവേ സ്റ്റേഷൻ ക്ഷേത്രമായിട്ട് ഏകദേശം ഒരു 20 അടി വ്യത്യാസമേ ഉള്ളൂ. അത് അവിടെ എഴുകോൺ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, എഴുകോൺ റെയിൽവേ സ്റ്റേഷൻ. അത് കൊല്ലം കൊട്ടാരക്കരയ്ക്കിടയ്ക്ക് എഴുകോൺ റെയിൽവേ സ്റ്റേഷൻ. ഈ കൊല്ലം കൊട്ടാരക്കര റെയിൽവേ പാത, കൊല്ലം ചെങ്കോട്ട റെയിൽവേ പാത എന്ന് പറയുന്നത് അത് ഏറ്റവും മനോഹരമായിട്ടുള്ള റെയിൽവേ പാതയാണ്. ക്ഷേത്രം കണ്ടോ, ഏകദേശം 20 അടി വ്യത്യാസമുണ്ടേ ഉള്ളൂ. അപ്പോഴത്തേക്കിനും അവിടെ കെട്ടുകാഴ്ച വന്ന് തിരിച്ച് ക്ഷേത്രത്തിലെത്തി. അപ്പോഴാണ് അവിടെ ഒരു മാമൻ കഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു.
അതിൽ ഫ്ലൂട്ടിനകത്തു നിന്നുള്ള പാട്ടുകൾ കേട്ട് അതനുസരിച്ച് സ്റ്റെപ്പുകളൊക്കെ വെച്ച് ഭയങ്കര എല്ലാവരും അദ്ദേഹത്തിനെ കളിയാക്കുക എന്നുള്ള രീതിയിൽ നോക്കിക്കൊണ്ടിരുന്നു. പക്ഷെ ഞങ്ങൾ നോക്കിയപ്പം പുള്ളിയുടെ സന്തോഷം ആഘോഷിക്കുന്നു. പുള്ളി വേറെ ഒന്നും ഇച്ചിരി കഴിച്ചിട്ടുണ്ടാണെങ്കിലും പുള്ളിക്കുള്ള സന്തോഷം അത്രയേ ഉള്ളൂ. അതിനപ്പുറം ഒന്നും കാണുന്നില്ല. അന്നേരം കൂടെ ആരും ഡാൻസ് കളിക്കാൻ വരാത്തത് കൊണ്ട് അവരുടെ അടുത്തൊക്കെ ഇരുന്ന് ചോദിക്കാനായിട്ട് പോകുന്ന കളിക്കാനാണ്. പക്ഷെ അവരെല്ലാം ഭയങ്കര ഗെയിമിലും കാര്യങ്ങളൊക്കെ സംസാരിച്ച് നിൽക്കുന്നു. നമ്മളങ്ങനെ ഫ്ലോട്ടിൻ്റെ അടുത്തേക്ക് പോയി. ഫ്ലോട്ട് കൊണ്ടുവന്ന് ഫ്ലോട്ട് അതിൻ്റെ അടുത്തേക്ക് പോകുന്നു. അവരെല്ലാം നോക്കി കണ്ടു. കുറേ കുട്ടികളൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് അതിൻ്റെ മുന്നിൽ. ഫ്ലോട്ടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഞങ്ങൾ വീണ്ടും സ്റ്റേജിൻ്റെ ബാക്കിൽ വന്നപ്പോൾ നാടകത്തിനായിട്ടുള്ളവർ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വേഗത്തിലൊരുങ്ങുന്നു. നാടകം നേരത്തെ തുടങ്ങണമെന്നൊക്കെ പറഞ്ഞ് പോലീസുകാർ പറഞ്ഞ് ഇത്ര സമയത്തിന് മുമ്പ് നാടകം തീർക്കണം, അതുകൊണ്ട് നേരത്തെ തുടങ്ങണമെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര മേക്കപ്പ് ഇട്ട് എല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരുന്നു. സ്ത്രീകളുടെ മേക്കപ്പ് റൂമിൽ പോകാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ ഇവിടെ പുരുഷന്മാരുടെ മേക്കപ്പ് റൂമിൽ നിന്ന് അവർ മേക്കപ്പ് ഒരുങ്ങുന്ന രാജാക്കന്മാരും അവരെല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നതെല്ലാം കണ്ടു. ഞങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞായിരുന്നു ഞങ്ങളൊരു വ്ലോഗ് ചെയ്യാൻ വേണ്ടിയാണ് വന്നതെന്നൊക്കെ. അവർ നല്ല സഹകരണമായിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ചു. നോക്കി നിന്ന് നല്ല രാവണം തണ്ടി പിടിച്ച് മാറ്റുന്ന ഇനി എല്ലാവരും സ്റ്റേജിനകത്തേക്ക് പോവുകയാണ്. നാടകം തുടങ്ങുന്ന സമയമായി.